ഇവിടെ ഒരു വലിയൊരു കലാകാരനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒപ്പരം ചാരിറ്റി ടെസ്റ്റിന്റെ ആ ഒരു എഴുത്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഓലയിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് പ്രദീപാണ്. പ്രദീപ് എവിടെയാ? ഞാൻ എൻ്റെ നാട് ഉരുവച്ചാലാണ്. ഇവിടെ കണ്ണൂർ ഉരുവച്ചാൽ. കണ്ണൂർ ഉരുവച്ചാൽ. കണ്ണൂർ ഉരുവച്ചാലല്ല, മട്ടന്നൂർ. കണ്ണൂർ ജില്ല. അതന്നെ, മട്ടന്നൂർ ഉരുവച്ചാലാണ്. അപ്പോൾ ഞാൻ ഗാനമേളൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ റൈറ്റിങ്ങിനായിട്ട് വലിയൊരു ടച്ചൊന്നും ഇല്ല. അതെന്തോ ഞാൻ ആർട്ട് സ്കൂൾ പഠിച്ചതാണ് കുറച്ചു കാലം. പക്ഷെ എൻ്റെ വർക്ക് വേറെ സെക്ഷനിലായതുകൊണ്ട് ബ്രഷ് പിടിക്കുമ്പോൾ ചെറിയൊരു വിറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലല്ല, അതൊന്നുമല്ല, അങ്ങനത്തെ പറയുന്നല്ല. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയാലോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ഏത് പാട്ട് പാടുക? ഞാൻ ഗാനങ്ങളൊക്കെ പാടുന്നത് നമ്മള് സംഗീതമേ അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പ്രമോദനം, പിന്നെ രാമകഥ, അങ്ങനെയുള്ള ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകളാണ്. എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഈ വലിയ ശരിക്കും എനിക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണ് ഈ പറഞ്ഞ പാട്ടുകളൊക്കെ. ശരിക്കും കേൾക്കാൻ തന്നെ എനിക്കൊരു, ഞാന് അത് കുറച്ചു കാലം ക്ലാസിക്കലായിട്ട് പഠിച്ചിരുന്നു. ഒരു 10-12 വർഷം ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് കിട്ടുന്ന ഒരു തൊണ്ടയും കാര്യങ്ങളായിരിക്കും തീർച്ചയായും തോന്നുന്നു. ഭയങ്കര കണ്ട ഒരിക്കലും പറയില്ല. നമുക്കൊന്ന് പാടിയാലോ? ആയിക്കോട്ടെ. ഏതാ ആദ്യം പാടുന്ന പാട്ട്? സംഗീതമേ പാടുന്നത് പാടാം. നിങ്ങള് ചോയ്സ് എങ്ങനെയാ വെച്ചാൽ അത് ചെയ്യാം. പാടിക്കോ ഏതായാലും. ഇവിടെ ഭയങ്കര വെയിലാണ്, അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നില്ല. വെയില് ഭയങ്കര അല്ലേ? ഭയങ്കര വെയിലാണ്. എന്തായാലും താങ്കൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ എഴുത്ത് നിന്നു എഴുതിക്കൊണ്ട് പാടണം അല്ലേ? അപ്പൊ അതിന്റെ സ്റ്റൈൽ അങ്ങനെയല്ലേ ഉണ്ടാവും. അതെ പാടിക്കും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ, തെളിദീപം മഴിയഴകിൽ മണിമഞ്ഞിൽ തൊഴുമുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി എഴുകിയ ഞാൻ, യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. നമസ്കാരമുണ്ട്. നമസ്കാരം. ഒന്ന് പേര് പറയൂ. എൻ്റെ പേര് പ്രദീപ്, ഉരുവച്ചാലാണ്. ഉരുവച്ചാല് മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലാണ്. അടുത്ത പാട്ട് ഏതാണ് നമ്മൾ പാടുന്നത്? പിന്നെ എനിക്ക് ഏറ്റവും ഒരു പ്രിയപ്പെട്ട സാധനം, ഒരു സോങ്, പിന്നെ തൂവൽ കൊട്ടാരം എന്നൊരു ഫിലിം. അടിപൊളി. ജയറാമും പിന്നെ മഞ്ജു വാര്യർ അഭിനയിച്ച ജോസഫ് മാഷ് സംഗീതം ചെയ്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജോസഫ് മാഷ്. രവീന്ദ്ര മാഷും വ്യത്യസ്തമായിട്ടുള്ളതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്തുള്ള ആദ്യമായി കണ്ടതാണെന്നുള്ളൊരു സോങ്. അതിനകത്ത് 2-3 സോങ്ങുകൾ ഉണ്ട്, സൂപ്പർ ഹിറ്റാണ്. അതിനകത്തൊരു സോങ് ഒരു 4 പേര്. ഓക്കെ.
ആദ്യമായി കണ്ട നാൾ വാതി വിരിഞ്ഞു നിൻ പൂമുഖം കൈലീണയിൽ മോഹന വൈഡൂര്യം നീ പ്രിയ സഖി ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി ആദ്യമായി കണ്ട നാൾ. അടിപൊളി. നിങ്ങള് അവിടെ ലെറ്ററിങ് എഴുതിയതാന്നല്ല കണ്ടത്? അതെ, അവിടെ എഴുതിയത് അതല്ല കണ്ടത്. പക്ഷെ അതല്ല എൻ്റെ ഒരു വർക്ക്. എൻ്റെ സിംഗിങ് ആണ്. സിംഗിങ്ങും പിന്നെ സിംഗിങ് ആണ്. ഞാൻ ആർട്സ് സ്കൂളിലൊക്കെ പഠിച്ചതാണ്. ഡ്രോയിങ് സംഗീതം പഠിച്ചിട്ടുണ്ട്. സംഗീതം ഒരു 10-15 വർഷത്തോളം ഞാൻ 15 വർഷം പഠിച്ചിട്ടുണ്ട്. സംഗീതം പിന്നെ പഠിച്ചാൽ തീരാത്ത ഒരു സംഭവമാണ്. അതെ, തീരുന്നില്ല. അപ്പൊ അതേപോലെ ഡ്രോയിങ് സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഫീൽഡ് വേറെ വെച്ചാൽ ഞാൻ ഫർണിച്ചർ വർക്കാ. പക്ഷെ അതും കലയാണ്. പക്ഷെ നമ്മൾ ആ ടൂൾസ് ഈ ബ്രഷിന് താങ്ങൂല. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഈ എന്റെ ടൂൾസ് എല്ലാം മെഷീനറി ടൂൾസ് ആയിരിക്കും. അപ്പൊ ഈ ചെറിയൊരു ഒരു ഗ്രാമുള്ള ബ്രഷ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ലെറ്ററിങ് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതങ്ങ് ഒഴിവാക്കി. പിന്നെ മ്യൂസിക് ഫീൽഡിൽ തന്നെ ഇറങ്ങി. പിന്നെ പാട്ട് ഒരു 25 വർഷത്തോളായിട്ട് ഞാൻ ഗാനമേള ഫീൽഡ് തന്നെയാണ്. ഏത് ട്രൂപ്പായിരുന്നു? ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തലശ്ശേരി ഒരു മെലഡി മേക്കേഴ്സ് എന്നൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഒരു 95-2000 ആ കാലത്ത് ഒരു 10-30 വർഷത്തോളമായി. അങ്ങനെ അവിടെ കുറെ കാലം പാടി, കുറെ പിന്നെ പ്ലേബാക്ക് സിംഗറിൽ ഒന്നിച്ച് പാടാൻ പറ്റി, കുറെ സംഗീത സംവിധായകർ ഒന്നിച്ച് പാടി വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ വളരെ അഭിമാനമാണ്. തീർച്ചയായും നമ്മുടെ ഈ നാട്ടില് കിട്ടുന്ന ഒരു വലിയൊരു അവാർഡ് തന്നെയാ. അങ്ങനെ ആ ഓർക്കസ്ട്ര എല്ലാം കൂടി സ്പ്ലിറ്റ് ആയി. എന്താ വെച്ചാൽ പരിപാടി പ്രോഗ്രാം ആ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ കാലം കഴിയുന്തോറും പ്രോഗ്രാം കുറഞ്ഞു വന്നു. പിന്നെ ട്രാക്കിന്റെ രൂപത്തിലേക്ക് ആയതിനു ശേഷം ആർട്ടിസ്റ്റുമാരെല്ലാം കുറഞ്ഞു. പിന്നെ ഓർക്കസ്ട്രേഷന്റെ ആൾക്കാർ വേണ്ട, സിംഗേഴ്സ് മാത്രമേ വേണ്ടൂ. ഫോണില് ട്രാക്ക് ഇട്ടിട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല, എനിക്ക് ഇഷ്ടമല്ല. പഠിച്ചിട്ട് നമ്മൾ ക്ലാസിക്കൽ പഠിച്ചിട്ട് ഈ ട്രാക്ക് എല്ലാവർക്കും പാടാം, പക്ഷെ എങ്ങനെ പാടുന്നതെന്നുള്ളതെന്ന് അവർക്കറിയില്ല. ട്രാക്കിന്റെ രൂപത്തിൽ പോവും, പാട്ടിന്റെ രൂപത്തിൽ അങ്ങ് പോകും. ഞാൻ അതുകൊണ്ട് അതിനോട് പരമാവധി വിജയിപ്പാണ് ട്രാക്കിന്റെ ഗാനമേള രൂപത്തിൽ. പക്ഷെ വേറെ പ്രോഗ്രാം ഇല്ലാതുകൊണ്ട് അങ്ങനെ പോക്ക് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഏത് പാട്ടാ പാടുന്നത്? ഇപ്പൊ സല്ലാപമേറ്റുണർന്ന ഭാവുകങ്ങളും സ്വരരാഗരൂപിയാ വരനീല ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും സ്വരരാഗരൂപിയാം വരനീല ചന്ദ്രനും ചൈത്രനീലയാടും ചൈത്രനീലയാവും വരചന്ദ്രവേണുഗങ്ങളിൽ വേണൂരുമിന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. അടിപൊളി. നമ്മളെ ഇപ്പൊ അടുത്ത് കുറച്ച് സമയമായിട്ടുള്ള പരിചയപ്പെട്ടിട്ട് നില കണ്ടിട്ട്. അപ്പൊ കാണുമ്പോ തന്നെ ഞാൻ ട്വിൻസ് ആണെന്ന് വിചാരിച്ചത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ഇതാരാണ്?
ഇത് എൻ്റെ ഏറ്റവും വലിയ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ജോബി പഴശ്ശി. ജോബി പഴശ്ശി എന്ത് മേഖലയിലാണ്? ഇദ്ദേഹം നല്ലൊരു കീബോർഡ് ആർട്ടിസ്റ്റാണ്. കീബോർഡ് ആർട്ടിസ്റ്റ് കണ്ണൂർ ജില്ലയിൽ എനിക്കറിയുന്നത് മാനുവൽ പ്ലാനിങ് പ്ലെയറാണ്. മാനുവലായിട്ട് വായിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൂപ്പർ ആർട്ടിസ്റ്റാണ് ജോബി എന്ന് പറഞ്ഞ വ്യക്തി. നീ നേരത്തെ പറയുന്നിട്ട് ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഇദ്ദേഹം 40 വർഷമായിട്ട് ഈ ഏരിയയിലുള്ള എല്ലാ പ്രോഗ്രാമിനും കീബോർഡ് വായിച്ചിട്ടുണ്ട് അല്ലേ? അതെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ എളമ്പാറ പരിപാടിയിൽ എൻ്റെ സുരേന്ദ്രൻ കല്ലൂരിനറിയാം, സിനിമാ സംവിധായകൻ, മുന്ന എന്ന പടത്തിന്റെ സംവിധായകൻ. കൂടെ ഇവിടെ എല്ലാ പരിപാടിക്കും നമ്മുടെ എളമ്പാറ, പാലയോട്, ഇടയിൽ വിധവർദ്ധക മേഖലയിൽ എല്ലാ കലാകാരന്മാർക്കും ജോലിയായിട്ടുണ്ട്. ഇവർ സ്റ്റേജിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടാവും. അങ്ങനെ ചെറുപ്പത്തിൽ ഇവരെ അറിയാം. പിന്നെ കടക്കാലത്ത് ഇവർ അവിടെ ഗവൺമെന്റ് സർവീസിൽ ഇവിടെ ഒരു ജോലിക്ക് നേരെ പിന്നെ കുറെ വർഷം കൂടി കാണുന്നത്. ഞാൻ ഗവൺമെന്റ് സർവീസിലെ മട്ടൂർ മുനിസിപ്പാലിറ്റിയിൽ JHA ആയിട്ട് ഒരു പിന്നെ 2 കൊല്ലത്തുള്ള അവിടെ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് കാണുന്നത് ഇന്നലെ ഇതെല്ലാം ഇങ്ങനെ വിട്ട് കുറച്ച് മാറി നിന്നിട്ട് സമയത്ത് 2 കൊല്ലം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് കോവിഡ് ഒരു വല്ലാത്തൊരു മഹാമാരിയായുള്ള സമയത്ത് എല്ലാ കുടുംബങ്ങളെയും അകമണിഞ്ഞിട്ട് ഒരു കലാകാരനാണെങ്കിലും ആ ഒരു മനസ്സുപരമല്ല അതിൽ ഞങ്ങൾ കൂടുതൽ ഇനിയും മേലാണ്ടിനും കോവിഡ് വരേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഓക്കെ, കോവിഡ് വരൂല എന്തായാലും. അടുത്ത ഏതാ പാട്ട് പറഞ്ഞത്? അടുത്ത പാട്ട് ആ ഫിലിമിലൂടെ തന്നെയുള്ള സിന്ദൂരം പെയ്തിറങ്ങി എന്നുള്ളൊരു അതും ഒന്നിനൊന്ന് മെച്ചാണ്. അതിലൊരു 2 വരി 4 വരി പാടിക്കോ. സിന്ദൂരം പെയ്തിറങ്ങി പവിഴമലയിൽ മന്ദാരം പോത്തൊരുങ്ങി കനകമലയിൽ സോപാന സന്ധ്യനീളെ കനകമൊഴുകി സിന്ദൂരം പെയ്തിറങ്ങി. അടിപൊളി. അത് അപ്പോ അത് നമ്മളെ ഒരു പഴയൊരു നോസ്റ്റാൾജിലേക്ക് വന്ന് ഒരു ഭക്തിഗാനത്തിന്റെ ഒരു ട്രെൻഡ് വരുന്നില്ലേ? തീർച്ചയായിട്ടും ആ റൂട്ടിലേക്ക് കയറും. അത് കൂടി പാടിക്കുക, രണ്ടുപേരും പാടും. കമ്പോസ് ആർട്ടിസ്റ്റാണ്, പല രാഗത്തിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതെ, എന്റെ സംശയങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ട്. രാഗം പിന്നെ നേരത്തെ നിങ്ങൾ പാടിയേ നമ്മുടെ ഒരു ഭക്തിഗാനത്തിന്റെ ബ്രഹ്മകമലം. ശരി, എന്നാ അതന്നെ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും 2 ലൈൻസ് ഒന്ന് പാടുക. ബ്രഹ്മകമലം അതുപോട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളെ ഒരു മൂകാംബിലേക്ക് നമുക്ക് ഇതിലേക്ക് ഭക്തിയിലേക്ക് പോകാം. രേവതിലേക്ക് മാറി
രേവതി സരേ മവ രേ സരേ സ നി പ മ രേ കുടജാദ്രിയാന്നല്ലേ പറയല്ലേ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. പല്ലവിയുടെ ഒരു 2 ലൈൻസ് പറഞ്ഞ നമുക്ക് വേണ്ടിട്ട്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുനിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. ഓക്കെ, നമുക്ക് ശ്രീരാഗത്തിലേക്ക് പോയാലോ. സനെ പദനെ പമരേ രേ സ. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പാടി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു ടൈമിനുള്ളിൽ ഇങ്ങനെ ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് ഈ കാണുന്നവർക്കും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ട് നിർത്താതെ ഇനി ഒരുപാട് പ്രോഗ്രാംസും സ്റ്റേജ് പരിപാടിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒപ്പം ഈ ചിത്രം വരയും അതേപോലെ തന്നെ ഈ പെയിൻറ്റിങ്ങും ഈ ഓലയിൽ എഴുതുന്നതും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വീണ്ടും എവിടുന്നെങ്കിലൊക്കെ കാണണം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തില്ലേ അല്ലേ? കുറച്ച് സമയമാണെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു 10 മിനിറ്റ് ഒരു പിന്നെ ഇന്റർവ്യൂ എന്ന നിലക്കല്ല, പെട്ടെന്ന് കണ്ടു പരിചയപ്പെട്ടതാണ്. അതിലൊരു 10 മിനിറ്റ് നമുക്ക് ചെലവഴിക്കാൻ പറ്റിയതിൽ എന്റെ 2-3 പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി. അതിന് ഞാൻ നന്ദി പറയുന്നു നിങ്ങളെ ഈ ചാനലിനോട്. നമസ്കാരം. 2 മുതൽ ഒരുപാട് പാട്ട് പാടിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഹൗസ് വാമിങ്ങിന് വന്നതുകൊണ്ട് ഇവിടുന്ന് അത്ര ഒരു ലിമിറ്റ് ഉണ്ട് ഇവിടുന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് പാട്ട് പാടിച്ചിട്ടേ വിടും. അതുപോലെ തന്നെ വേറൊരു കാര്യം, എല്ലാരും ഒന്നിനൊന്നും വെച്ചാണ് ഇദ്ദേഹം പടുവില നേരത്തെ പറഞ്ഞില്ല, ഇദ്ദേഹം നന്നായിട്ട് പാടും. ഞാൻ നോക്കട്ടെ. പാടും. പിന്നെ നിതീഷ് ചാലോടിനെ അറിയാത്ത അല്ലെ, ഇവനെ അറിയാത്ത ആളാരുമില്ലല്ലോ. നമ്മൾ ഗ്രൂപ്പ് ഒപ്പരം ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് കൂടിയാണ്. അതെ, അത് മാത്രമല്ല നമ്മളെ പിന്നെ ജോബിയാട്ടിന് നമുക്ക് ഇത് പോരാ ഓരോ ഇന്റർവ്യൂ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഞാനൊന്ന് പറയട്ടെ, എനിക്കിത് താങ്ങൂല. അത്രയും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. വീണ്ടും നല്ലൊരു ദിവസം നമുക്ക് കണ്ടുപിടിക്കാം. തീർച്ചയായും.